പപ്പീഷ്മോനെ നോക്കാനല്ലേ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ ഇങ്ങേക്ക് വന്നേക്കുന്നത്? അവൻ ചെറിയ കുട്ടിയല്ലേ, എന്നിട്ടാണോ നീ അവനെ തനിച്ചാക്കി വന്നത്? അതെയോ, ലച്ചുണ്ടോ അവിടെ? പാവം ലച്ചു എന്റെ മോള് തന്നെ എല്ലാം പറഞ്ഞതുപോലെ അനുസരിക്കുന്നു. അവനെ നന്നായി തന്നെ നോക്കുന്നുണ്ടാവും. അതെ, ലച്ചു നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ടാവും. ലച്ചുവിനെ ഒരുവിധം ആക്കിയിട്ടുണ്ടാവും. കൊതുകില്ലേ, അത് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓ, അതിന് ബോഡി ഗാർഡ് അഗർബത്തി വാങ്ങിച്ചാൽ മതി. അല്ല, കൊതുകിനെ നമ്മുടെ വീടിന്റെ അഡ്രസ് മാറ്റി കൊടുത്താൽ മതി. എന്റെ പൊന്നു മോനെ, നിന്നെ ഞാനേ നമിച്ചിരിക്കുന്നു. എടി പാറു, നീ എവിടെയാണ് പാറുള്ളത്? ഇവനെ കൊണ്ട് എനിക്ക് തീരെ പൈക്കടി. ഹായ് പാറു, നീ വന്നോ? ഇവനെ കൊണ്ട് ഞാൻ പൊറുതി കൊട്ടിരിക്കുമായിരുന്നു. എന്ത് പറ്റിയടാ ചക്കരെ? എന്റെ ചക്കരക്ക് പേടിയായോ അമ്മ തനിച്ചാക്കി പോയപ്പോ? കണ്ടോ ചേച്ചി, എന്റെ മോൻക്ക് ഞാൻ കുറച്ച് മാറി നിന്നപ്പോ തന്നെ പേടിയായി. അതെ സുധ, അവർക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാ തോന്നുന്നേ. എടി പാറു, നീ പോയതുകൊണ്ട് ഞാൻ വല്ലാണ്ടങ്ങ് വിഷമിച്ചു കേട്ടോ. അവനെ നീ പോയപ്പോ തുടങ്ങിയതാ ചളിയടിക്കാൻ വേണ്ടിയിട്ട്. എന്റെ അടുത്ത് ഇങ്ങനെയുള്ള ചളികൾ കുറേ ഉണ്ട്. അതൊന്നും ഞാൻ വാരി വിതറിയതായിരുന്നു ചേച്ചിയുടെ അടുക്കൽ. ഒരാളെ തട്ടുകടയിൽ ചെന്നിട്ട് മന്തി ചോദിച്ചു. അപ്പൊ ആ തട്ടുകടക്കാരന് പെട്ടെന്നൊരു മന്തി കൊടുത്തു. എന്ത് മന്തിയാ കൊടുത്തത്? ചമ്മന്തി. പിന്നെന്തോ മന്തി? എടാ പൊളിക്കുട്ടി, നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഒരു നാട്ടിലെ എല്ലാവരും ഇടത് കൈയിലാ വാച്ച് വെക്കുന്നത്, പക്ഷെ ഒരാൾ മാത്രം വലത് കൈയിലാ വാച്ച് വെക്കുന്നത്. എന്തുകൊണ്ട്?